ഭാഗം 5 സ്നേഹിത തുടർന്ന് കേൾക്കുക. മേപ്പാടൻ വന്നുപോയതിൽ പിന്നെ കാർത്തിക്കിൻ്റെ വിവാഹമായിരുന്നു എല്ലാവരുടെയും ചർച്ചാവിഷയം. ദേവൻ്റെ നേരെ നോക്കിക്കൊണ്ട് ദേവയാനിയമ്മ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. കാർത്തിക്കിൻ്റെ പെണ്ണിനെ കാർത്തിക് തന്നെ കണ്ടെത്തുമെന്ന്. എന്താ ദേവ അതിൻ്റെ അർത്ഥം? ഓഹോ, അപ്പോൾ അമ്മയുടെ മനസ്സിൽ അതാണല്ലേ ചിന്ത. അപ്പോൾ ശ്രേയമോളോ? ലത ചോദിച്ചു. നിങ്ങളെല്ലാവരും കൂടി വാക്കു കൊടുത്തതാണ് തമ്പാനേട്ടന്. ശ്രേയമോളാകട്ടെ കാർത്തിക്കുമായുള്ള വിവാഹം സ്വപ്നം കണ്ട് നടക്കുകയാണ്. ദേവേട്ടൻ എപ്പോഴും ഒരു കാര്യം ഓർമ്മ വേണം. നമ്മുടെ ജ്വല്ലറിയുടെ പകുതി ഷെയറും തമ്പാനേട്ടൻ്റെയാണ്. ലത ദേഷ്യത്തിൽ പറഞ്ഞു. തമ്പാൻ ലതയുടെ വകയിലൊരു സഹോദരനാണ്. എങ്കിലും തമ്പാനും ലതയും വളരെ സ്നേഹത്തിലാണ് കഴിയുന്നത്. അതിന് ശ്രേയമോളെ വേണ്ടാന്നൊന്നും വെച്ചില്ലല്ലോ. അവരുടെ ജാതകങ്ങൾ തമ്മിൽ ചേരില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. കാർത്തിക് മോൻ ശ്രേയെ ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല വിവാഹം വേണ്ടെന്ന് പറഞ്ഞത്. അത് കാർത്തിക് മോന് വിവാഹത്തോടുള്ള താല്പര്യക്കുറവാണ്, മല്ലിക പറഞ്ഞു. അല്ലേലും ഒരു പെണ്ണിൻ്റെ മുഖത്ത് പോലും നോക്കാത്ത കാർത്തിക് ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റില്ല, ലതമാമി അഞ്ജന കൂട്ടിച്ചേർത്തു. എൻ്റെ ബിസിനസ് നേട്ടത്തിന് വേണ്ടി കാർത്തിക്കിന് ഇഷ്ടമില്ലാത്ത വിവാഹത്തിന് ഞാൻ നിർബന്ധിക്കില്ല, ദേവൻ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പരസ്പരം തർക്കിക്കുന്നത്? കാർത്തിക്കിൻ്റെ വിവാഹകാര്യം കാർത്തിക് തന്നെ തീരുമാനിക്കട്ടെ. ശ്രേയയാണ് അവന് താല്പര്യമെങ്കിൽ അത് നടക്കും. അതും പറഞ്ഞ് മുത്തശ്ശി ഏറ്റുമുറിയിലേക്ക് പോയി. കാർത്തിക് വന്ന വഴിയെ അവൻ്റെ മുറിയിലെ കട്ടിലിനോട് ചേർന്ന് കിടന്ന സെറ്റിയിലേക്ക് ചാഞ്ഞു കിടന്നു. കണ്ണുകൾ അടച്ച് അല്പനേരം അവനിരുന്നു. കാർത്തി, അഞ്ജന വിളിച്ചു. അഞ്ജനയുടെ വിളി കേട്ടുകൊണ്ടാണ് കാർത്തിക് മെല്ലെ കണ്ണുകൾ തുറന്നത്. മുമ്പിൽ നിൽക്കുന്ന അഞ്ജനയെ കണ്ടുകൊണ്ട് അവൻ ചോദിച്ചു, എന്താ ചേച്ചി? അല്ല, നീ ഇന്നെന്താ നേരത്തെ വന്ന്? ഞാൻ വിളിച്ചപ്പോൾ നിനക്ക് തിരക്കാണ്, വരാൻ പറ്റില്ല എന്നല്ലേ പറഞ്ഞത്? അത് പിന്നെ എനിക്ക് വല്ലാത്തൊരു തലവേദന, അതുകൊണ്ട് റെസ്റ്റ് എടുക്കാനായി വന്നതാണ്, കാർത്തിക് പറഞ്ഞു. എന്ത് തലവേദനയോ? അഞ്ജന വേഗം തന്നെ കയ്യിലിരുന്ന ജ്യൂസ് ഗ്ലാസ് അവിടെ കിടന്ന് ടീപ്പോയിലേക്ക് വെച്ചു. എന്നിട്ട് കാർത്തിക്കിൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. ഈശ്വര, പനി വല്ലതുമാണോ? അവൾ വേഗം അവളുടെ കൈയെടുത്ത് കാർത്തിക്കിൻ്റെ നെറ്റിയിലേക്ക് വെച്ചു. ഇല്ല, പനിയൊന്നുമില്ലല്ലോ. പിന്നെന്താ? അവൾ ചോദിച്ചു. എന്താണെന്നറിയില്ല ചേച്ചി, എനിക്ക് വല്ലാത്തൊരു ക്ഷീണം. എന്നാൽ നീ ചെന്ന് ഡ്രസ്സൊക്കെ മാറി ഒന്ന് ഫ്രഷ് ആക്, എന്നിട്ട് വന്ന് കുറച്ച് നേരം കിടന്നുറങ്ങ്. എന്നാൽ ശരി ചേച്ചി. അവൻ വേഗം സെറ്റിയിൽ നിന്ന് എഴുന്നേറ്റു. ഉറങ്ങിയതിന് ശേഷം ഈ ജ്യൂസ് എടുത്ത് കഴിക്കണം കേട്ടോ, അതും പറഞ്ഞ് അഞ്ജന പുറത്തേക്ക് പോയി. ഇഷാനി കണ്ണു തുറന്നു. സമയം എത്രയായെന്നറിയാൻ അവൾ വേഗം ക്ലോക്കിലേക്ക് നോക്കി. മണി 7:30. ഞാൻ എന്തോ ഉറക്കം ഉറങ്ങിയത്. ജനലിലൂടെ നിലാവെളിച്ചം അവളുടെ മുറിയിലേക്ക് വന്നു. അവൾ വേഗം ജനലിൻ്റെ അരികിലേക്ക് നീങ്ങി. ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ അവൾക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നി. അവൾ വേഗം ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. ആകാശത്തേക്ക് നോക്കി അല്പനേരം നിന്നു. ഉദിച്ചു നിൽക്കുന്ന പൂർണ്ണചന്ദ്രനും അതിനു ചുറ്റും മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളും. അന്ന് നക്ഷത്രങ്ങൾക്ക് എന്തെന്നില്ലാത്തൊരു ശോഭയും. അങ്ങനെ നക്ഷത്രങ്ങളിലേക്ക് എല്ലാം മറന്നു നോക്കി നിൽക്കുകയായിരുന്നു ഇഷാനി. നീ എന്താ നക്ഷത്രങ്ങളെ നോക്കി നിൽക്കുകയാണോ? പുറകിൽ നിന്ന് പ്രിയയുടെ ശബ്ദം കേട്ടാണ് അവൾ തിരിഞ്ഞു നോക്കിയത്. പ്രിയ ഇഷാനിയുടെ അടുത്തേക്ക് വന്നു. ഞാൻ കുറച്ചു മുമ്പ് നിൻ്റെ മുറിയിൽ വന്നിരുന്നു. നീ നല്ല ഉറക്കത്തിലായിരുന്നു. ശല്യപ്പെടുത്തണ്ടെന്ന് കരുതിയാ വിളിക്കാത്തത്. ക്ഷീണം കാരണം ഉറങ്ങിപ്പോയതാ ചേച്ചി, ഇഷാനി പറഞ്ഞു. അതൊക്കെ പോട്ടെ, നീ എന്തിനാണ് കരഞ്ഞത്? പ്രിയ ചോദിച്ചു. ചേച്ചി, അത് എന്തു പറയണമെന്നറിയാതെ ഇഷാനി തല താഴ്ത്തി നിന്നു. എന്താണേലും എന്നോട് തുറന്നു പറ. ഇഷാനി അന്ന് നടന്ന സംഭവങ്ങളെല്ലാം പ്രിയയോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ പ്രിയയ്ക്ക് വല്ലാത്ത വിഷമം തോന്നി. ഈ കൈ ഇങ്ങനെ ചുമന്നിരിക്കുന്നത് അയാൾ ഞെക്കിയിട്ടാണോ? പ്രിയ ചോദിച്ചു. അതെ ചേച്ചി, അവൾ സങ്കടത്തോടെ പറഞ്ഞു. അയാൾ ഒരു മനുഷ്യനാണോ? പ്രിയ ദേഷ്യത്തോടെ ചോദിച്ചു. ഒരു പെൺകുട്ടിയോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കൊള്ളാമോ? ചേച്ചി, ഞാനതൊക്കെ മറക്കുകയാണ്. എനിക്ക് ആ ജോലി കിട്ടിയില്ലല്ലോ ചേച്ചി, അതിലാണ് എനിക്ക് സങ്കടം. എന്തെല്ലാം പ്രതീക്ഷയോടെ ഞാൻ ഇൻ്റർവ്യൂവിന് പോയത്, ഇഷാനി പറഞ്ഞു. സാരമില്ല മോളെ, നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ജോലിക്ക് ട്രൈ ചെയ്യാം. ഇത് നമുക്ക് വിധിച്ചിട്ടില്ല എന്ന് കരുതാം, പ്രിയ പറഞ്ഞു. പക്ഷേ ചേച്ചി, എനിക്ക് അഭിജിത്തിൻ്റെ കാര്യം ഓർക്കുമ്പോഴാണ് സങ്കടം. ഈ ജോലി കിട്ടുമായിരുന്നെങ്കിൽ ഒരു ലോണെങ്കിലും എടുത്ത് അഭിജിത്തിൻ്റെ ഓപ്പറേഷൻ നടത്താമായിരുന്നു, ഇഷാനി സങ്കടത്തോടെ പറഞ്ഞു. ഓപ്പറേഷത്തിനുള്ള വഴി ദൈവം നമുക്ക് കണ്ടെത്തി തരും, പ്രിയ ഇഷാനിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. നീ വാ, അപ്പച്ചി അവിടെ കഞ്ഞി എടുത്തു വച്ചിട്ട് എന്നെ പറഞ്ഞു വിട്ടതാ നിന്നെ വിളിച്ചുകൊണ്ട് വരാൻ. ഇനി വൈകിയാൽ അപ്പച്ചി ഇങ്ങോട്ട് വരും. ശരി ചേച്ചി, ഞാൻ വരാം, ഇഷാനി പറഞ്ഞു. കൈകൾ കൂപ്പി ശ്രീകോവിലിൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. ശ്രീകോവിലിൽ നിന്ന് ഇറങ്ങി വന്ന തിരുമേനി ഇഷാനി കണ്ടുകൊണ്ട് ചോദിച്ചു. ആരിത്? കണ്ടിട്ട് ഒത്തിരി ആയല്ലോ. ഇന്ന് ഭഗവാന് കളഭം ചാർത്തിയപ്പോൾ ഞാൻ കുട്ടിയെപ്പറ്റി ചിന്തിച്ചേ ഉള്ളൂ. അത് കേട്ട് ഇഷാനി ചിരിച്ചു. ഇലയിൽ പൊതിഞ്ഞുകൊണ്ട് വന്ന പുഷ്പം അവൾ ഭഗവാന്റെ നടയിലേക്ക് വെച്ചു. ഇതൊന്നുമല്ല ഭഗവാൻ ഇഷ്ടം, കുട്ടിയുടെ പാട്ടാണ്. അതാണ് ഭഗവാന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല പ്രസാദം, തിരുമേനി പറഞ്ഞു. അതുകൊണ്ട് ശ്രീകോവിലിൻ്റെ മുന്നിൽ നിന്ന് നല്ലൊരു പാട്ട് പാടണം.
അത് കേട്ട് ഭഗവാന്റെ മനസ്സങ്ങ് നിറയട്ടെ, തിരുമേനി പറഞ്ഞു. ഈശാനി ചിരിച്ചുകൊണ്ട് പാടാൻ സമ്മതിച്ചു. വേഗം തൊഴുത് ശ്രീകോവിലിന്റെ മുന്നിലെത്തി. മല്ലിക അമ്പലത്തിന്റെ സ്റ്റെപ്പുകൾ കയറിയപ്പോൾ കളഭം തരാം ഭഗവാനെ മനസ്സും തരാം എന്ന് ഈശാനിയുടെ പാട്ട് ഉയർന്നു കേൾക്കാമായിരുന്നു. ആരാ പാടുന്നത്? നല്ല സ്വരം, മല്ലിക മനസ്സിലോർത്തു. മല്ലിക ശ്രീകോവിലേക്ക് ചെല്ലുമ്പോൾ ഈശാനി പാടുന്നത് കണ്ട് അവൾ കുറച്ചുനേരം അവിടെ നിന്നു. ഈശാനി പാടി കഴിഞ്ഞപ്പോഴത്തേക്ക് തിരുമേനി അവൾക്ക് ചന്ദനം നൽകിക്കൊണ്ട് പറഞ്ഞു, കുട്ടി അസലായി പാടിയിട്ടുണ്ട്. ഏതൊക്കെയായാലും ഭഗവാന്റെ മനസ്സ് നിറഞ്ഞിട്ടുണ്ട്. തിരുമേനി പറയുന്നത് കേട്ട് ഈശാനി ചിരിച്ചു. ഇതെല്ലാം കണ്ടുകൊണ്ട് മല്ലിക ശ്രീകോവിലിന്റെ ഒരു കോണിൽ നിൽപ്പുണ്ടായിരുന്നു. ഈ കുട്ടി ഏതാണ്? ഇതിനു മുമ്പൊന്നും അമ്പലത്തിൽ കണ്ടിട്ടില്ല, മല്ലിക ഓർത്തു. പച്ച പട്ടുപാവാടയും അഴിച്ചിട്ട മുഴയും നിറയെ മുല്ലപ്പൂവും ചൂടി ഈശാനി നടന്നു വരുന്നത് കണ്ടപ്പോൾ ഒരു ദേവി നടന്നു വരുന്നത് പോലെ മല്ലികയ്ക്ക് തോന്നി. തമ്പുരാട്ടി എത്തിയോ? തമ്പുരാട്ടി പറഞ്ഞ എല്ലാ പൂജയും നടത്തിയിട്ടുണ്ട്, പ്രസാദവും വാങ്ങിക്കോളൂ, തിരുമേനി പറഞ്ഞു. വേഗം തന്നെ അംബിക ശ്രീകോവിലിന്റെ മുന്നിലേക്ക് വന്നു. ഇരു കൈ നീട്ടി പ്രസാദം വാങ്ങി. എല്ലാം ഐശ്വര്യമായി നടന്നിട്ടുണ്ട്, തിരുമേനി പറഞ്ഞു. പ്രസാദം വാങ്ങിക്കൊണ്ട് മല്ലിക ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഇവിടെ നിന്ന് ആ പാട്ടുപാടി കുട്ടി ആരാണ്? അതും നമ്മുടെ മേലേടത്തെ കുട്ടിയാണ്, തിരുമേനി പറഞ്ഞു. മേലേടത്തെയോ? മല്ലിക ആകാംക്ഷയോടെ ചോദിച്ചു. അതെ, മേലേടത്തെ വേണുവിനെ അറിയില്ലേ? വേണുവിൻ്റെ രണ്ടാമത്തെ മകളാണ്, തിരുമേനി പറഞ്ഞു. മേലേടത്തെപ്പറ്റി അമ്മ പറയുന്നത് കേൾക്കാം, എനിക്ക് എല്ലാവരെയും ഒന്നും പരിചയമില്ല, മല്ലിക പറഞ്ഞു. നല്ല ഐശ്വര്യമുള്ള കുട്ടി, ഈശാനിയെ നോക്കിക്കൊണ്ട് മല്ലിക പറഞ്ഞു. അതെ, അതൊരു പാവം കുട്ടിയാണ്, തിരുമേനി കൂട്ടിച്ചേർത്തു. നെയ്വിളക്ക് കത്തിച്ച ഒരു താലം മല്ലികയുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് ശ്രീകോവിലിന് ചുറ്റും 3 പ്രദക്ഷിണം വെച്ചിട്ട് വരൂ, തിരുമേനി പറഞ്ഞു. ശരി തിരുമേനി, അതും പറഞ്ഞ് താലവും വാങ്ങി മല്ലിക ശ്രീകോവിലിന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കാൻ തുടങ്ങി. രണ്ടാമത്തെ പ്രദക്ഷിണം വെക്കാൻ തുടങ്ങിയപ്പോൾ മല്ലികയ്ക്ക് തല ചുറ്റുന്നത് പോലെ തോന്നി. അത് വകവയ്ക്കാതെ മല്ലിക മുന്നോട്ട് നടന്നു. മല്ലികയ്ക്ക് എന്തോ അസ്വസ്ഥത തോന്നി. ഇത് കണ്ടുകൊണ്ടുവന്ന ഈശാനി വേഗം മല്ലികയുടെ കയ്യെ പിടിച്ചു. അമ്മയ്ക്ക് നല്ല ക്ഷീണമുണ്ടല്ലോ, എന്തു പറ്റി? ഈശാനി ചോദിച്ചു. ചെറുതായി ഒന്ന് തല കറങ്ങുന്നുണ്ട് കുട്ടി, അത് സാരമില്ല, വഴിപാട് മുടക്കാൻ പറ്റില്ല, അതും പറഞ്ഞ് മല്ലിക മുന്നോട്ട് നടന്നു. അമ്മ തനിച്ചു പോവണ്ട, അമ്മയെ ഞാൻ സഹായിക്കാം, അതും പറഞ്ഞ് ഈശാനി മല്ലികയുടെ കൈ പിടിച്ച് മല്ലികയോടൊപ്പം പ്രദക്ഷിണം ചെയ്യാൻ തുടങ്ങി. 3ാമത്തെ പ്രദക്ഷിണം പൂർത്തിയാകുമ്പോൾ മല്ലിക തല കറങ്ങി ഈശാനിയുടെ മേത്തേക്ക് ചാഞ്ഞു. അത് കണ്ട് അവിടെ കൂടിയുന്നവരെല്ലാം ഓടിയെത്തി. ഈശാനി വേഗം തട്ടം വാങ്ങി ശ്രീകോവിലിന്റെ നടയിലേക്ക് വെച്ചു. എല്ലാവരും കൂടി മല്ലികയെ അവിടെയുള്ള കസേരയിൽ പിടിച്ചിരുത്തി. ആരെങ്കിലും ഒരാൾ ഒരു കപ്പ് വെള്ളം കൊണ്ടുവരൂ, അവിടെ നിന്ന് ഒരാൾ പറഞ്ഞു. ഒരാൾ വേഗം വെള്ളവുമായി വന്നു. ഈശാനി വേഗം വെള്ളം വാങ്ങി മല്ലികയുടെ മുഖത്തേക്ക് തളിച്ചു. അമ്മേ അമ്മേ എന്ന് അവൾ വിളിച്ചു. മല്ലിക പെട്ടെന്ന് തന്നെ മുഖം ഒന്ന് അനക്കി. വീണ്ടും അമ്മേ എന്നും പറഞ്ഞ് ഈശാനി തട്ടി വിളിച്ചു. മല്ലിക മെല്ലെ കണ്ണുകൾ തുറന്നു. കൂടി നിന്നവരുടെ നേരെ മല്ലിക ഒന്ന് നോക്കി. അമ്മയ്ക്ക് എന്തു പറ്റി? ഈശാനി ചോദിച്ചു. ഈശാനിയുടെ മുഖത്തേക്ക് നോക്കി മല്ലിക പറഞ്ഞു, ഒന്നുമില്ല മോളെ, പെട്ടെന്ന് തല കറങ്ങുന്നത് പോലെ തോന്നി, പിന്നെ ഒന്നും ഓർമ്മയില്ല, മല്ലിക പറഞ്ഞു. പ്രദക്ഷിണം വെച്ചത് പൂർത്തിയാക്കിയായിരുന്ന മോളെ? ഈശാനിയെ നോക്കിക്കൊണ്ട് മല്ലിക ചോദിച്ചു. അത് പൂർത്തിയായമ്മേ, താലം ശ്രീകോവിലിന്റെ മുന്നിൽ വെച്ചിട്ടുണ്ട്. ആശ്വാസമായി, അത് മുടങ്ങിയില്ലല്ലോ, മല്ലിക പറഞ്ഞു. എന്തു പറ്റി തമ്പുരാട്ടിക്ക് ഇങ്ങനെ പെട്ടെന്ന് തല ചുറ്റാൻ കാരണം? തിരുമേനി ചോദിച്ചു. ഞാൻ കുറച്ച് ദിവസമായി വ്രതത്തിലായിരുന്നു, താലമെടുക്കാൻ, മല്ലിക പറഞ്ഞു. അതിന്റെ ക്ഷീണമാണ്. ഇപ്പം എങ്ങനെയുണ്ട്? തിരുമേനി ചോദിച്ചു. കുഴപ്പമില്ല, മല്ലിക പറഞ്ഞു. ഇനി ഞാൻ നിൽക്കുന്നില്ല തിരുമേനി, വീട്ടിൽ പോയി ഒന്ന് കിടക്കണം, ഒന്ന് കിടന്ന് വിശ്രമിച്ചാൽ ക്ഷീണം മാറും, തിരുമേനിയും പറഞ്ഞു. തമ്പുരാട്ടി ഒറ്റയ്ക്കാണോ വന്നത്? അവിടെ നിന്ന് ഒരാൾ ചോദിച്ചു. അല്ല, ഞാൻ ഒറ്റയ്ക്കല്ല വന്നത്, ഡ്രൈവർ കൂടെയുണ്ട്, ഡ്രൈവർ താഴെയുണ്ട്. തമ്പുരാട്ടി ഒറ്റയ്ക്ക് വിടണ്ട, ആരെങ്കിലും കൂടെ പോകൂ, കൂടത്തിൽ നിന്നവർ പറഞ്ഞു. അത് ശരിയാണ്, തിരുമേനിയും പറഞ്ഞു. ഞാൻ പോകാം, ഈശാനി പറഞ്ഞു. മോള് തന്നെ പോകുന്നതാണ് നല്ലത്, തിരുമേനിയും പറഞ്ഞു. ഈശാനി വേഗം മല്ലികയെ താങ്ങി പിടിച്ച അമ്പലത്തിന്റെ സ്റ്റെപ്പുകൾ ഇറങ്ങി. ഈ കഥയിലെ തുടർന്നുള്ള ഭാഗങ്ങൾ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.